ഹലോ, നമസ്കാരം കൂട്ടുകാരെ. 9ാം ക്ലാസ്സിലെ മാത്സിന്റെ 3ാം ചാപ്റ്ററായ സമാന്തര വരകൾ പാരലൽ ലൈൻസിന്റെ 46ാം പേജിലെ രണ്ടാമത്തെ ചോദ്യം. അതായത് 3 സബ് ക്വസ്റ്റ്യൻസ് ആണ് അതിലുള്ളത്. 3 തരത്തിലുള്ള ത്രികോണങ്ങൾ, അതായത് റെക്ടാങ്കിൾസ് വരയ്ക്കാനാണ് ഉള്ളത്. അത് നമുക്ക് ആനിമേഷൻ സഹിതം എക്സ്പ്ലെയിൻ ചെയ്യാം. നമുക്ക് ചോദ്യത്തിലേക്ക് പോയാലോ? ഇതാണ് നമ്മുടെ ചോദ്യം. ചുവടെ പറയുന്ന ഓരോ തരത്തിലുമുള്ള ത്രികോണം ചുറ്റളവ് 13 സെന്റിമീറ്ററായി വരയ്ക്കുക. ഒന്നാമത്തെ സബ് ക്വസ്റ്റ്യൻ സമഭുജ ത്രികോണം. 2, വശങ്ങൾ തമ്മിലുള്ള അംശബന്ധം 3:4:5 ആയ ത്രികോണം ചുറ്റളവ് 13 സെന്റിമീറ്റർ. മൂന്നാമത്തെ സബ് ക്വസ്റ്റ്യൻ എന്താണ്? പാർശ്വവശങ്ങൾ പാദത്തിന്റെ 1.5 മടങ്ങായ സമപാർശ്വ ത്രികോണം വരയ്ക്കണം. അതായത് ചോദ്യം, draw a triangle of each of the types below of perimeter 13 centimeters. First sub question, equilateral triangle. Second sub question, sides in the ratio 3:4:5. Third sub question is isosceles with lateral sides 1.5 times the base. അപ്പോൾ നമുക്ക് ഓരോ സബ് പാർട്ടായി നോക്കാം. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. ആദ്യത്തെ ക്വസ്റ്റ്യൻ, നമുക്ക് ഒരു സമഭുജ ത്രികോണമാണ് വരയ്ക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ സമഭുജ ത്രികോണം, അതായത് ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ ചുറ്റളവ്, അതായത് പെരിമീറ്റർ 13 സെന്റിമീറ്റർ ആണ്. ഓക്കെ, ഇനി ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ അല്ലെങ്കിൽ സമഭുജ ത്രികോണത്തിന്റെ 3 വശങ്ങളും തുല്യമായിരിക്കും. ഓൾ 3 സൈഡ്സ് ആർ ഈക്വൽ. അതുകൊണ്ട് അവയുടെ അംശബന്ധം റേഷ്യോ 1:1:1 ആയിരിക്കും. അപ്പൊ നമ്മുടെ അംശബന്ധങ്ങളുടെ തുക, അതായത് സം ഓഫ് റേഷ്യോ എന്തായിരിക്കും? 1 + 1 + 1 that is 3. ഇനി ഓരോ വശത്തിന്റെയും നീളം, അതായത് ലെങ്ത് ഓഫ് എ സൈഡ് എത്രയായിരിക്കും? ടോട്ടൽ ലെങ്ത് ചുറ്റളവ് 13 ആണ്. അപ്പോൾ 13 ഇൻറ്റു അംശബന്ധത്തിൽ എന്താണുള്ളത്? 1/3. അപ്പോൾ 13/3 സെന്റിമീറ്റർ ആയിരിക്കും ഓരോ വശത്തിന്റെയും നീളം. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ അല്ലെങ്കിൽ സമഭുജ ത്രികോണം എങ്ങനെ വരയ്ക്കും? ആദ്യം 13 സെന്റിമീറ്റർ വരച്ചു വെക്കുക. അതിനുശേഷം അംശബന്ധങ്ങളുടെ തുക എത്രയാണ്? 3 ആണല്ലോ. അപ്പോൾ ഇതിനെ ഭാഗിക്കാൻ വേണ്ടി 3 സെന്റിമീറ്ററിൽ നമ്മൾ ഒരു വര വരയ്ക്കുന്നു. അതിനെ 3 തുല്യ ഭാഗങ്ങളാക്കുന്നു. എന്നിട്ട് അതിൽ നിന്നും പാരലൽ ലൈൻസ് അല്ലെങ്കിൽ സമാന്തര വരകൾ വരച്ച് ഈ 13 സെന്റിമീറ്ററിനെ 3 തുല്യ ഭാഗങ്ങൾ, ഈക്വൽ പാർട്സ് ആക്കി മാറ്റുന്നു. ഇനി അതിലെ ഒരു ഭാഗം നമ്മൾ എടുത്ത് ബാക്കി 2 വശങ്ങൾ വരയ്ക്കുന്നു. അപ്പൊ നമുക്ക് സമഭുജ ത്രികോണം കിട്ടും. അത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കിയാലോ? ഇതാ നോക്കൂ. എ എന്ന ബിന്ദു മാർക്ക് ചെയ്തു. 13 സെന്റിമീറ്ററിൽ എ ബി വരച്ചു. എയിൽ നിന്നും 3 സെന്റിമീറ്ററിൽ എ സി വരച്ചു. എ ഡി 1 സെന്റിമീറ്റർ, ഡി ഇ 1 സെന്റിമീറ്റർ, ഇ സി 1 സെന്റിമീറ്റർ, 3 തുല്യ ഭാഗങ്ങളാക്കി മാറ്റി. സി ബി വരച്ചു. സി ബിക്ക് പാരലായി അല്ലെങ്കിൽ സമാന്തരമായി ഇ എഫ് വരച്ചു. ഇ എഫിന് സമാന്തരമായി അല്ലെങ്കിൽ പാരലായി ഡി എഫ് വരച്ചു. ഇവിടെ എ ബി 13/3, എല്ലാം എ ജി ജി എഫ് എഫ് ബി 3 തുല്യ നീളമാണ്. ഇനി എ ജി ആണ് ഒരു വശം. എയിൽ നിന്നും എ ജി റേഡിയസ് അല്ലെങ്കിൽ ആരമായി ഒരു വൃത്തം വരച്ചു. അതേപോലെ ജിയിൽ നിന്നും നമ്മൾ ഒരു വൃത്തം വരച്ചു. അതേ റേഡിയസിൽ അത് രണ്ടും കൂട്ടിമുട്ടുന്ന പോയിന്റ് ആണ് എച്ച്. എന്നിട്ട് എ എച്ച് യോജിപ്പിച്ചു. ഇനി എച്ച് ജി യോജിപ്പിച്ചു. ഇപ്പോൾ നമുക്ക് ഒരു
ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ അതായത് സമഭുജ ത്രികോണം കിട്ടി. ഓരോ വശവും 13/3 സെന്റിമീറ്റർ, അതായത് 13/3 സെന്റിമീറ്റർ ആണ്. ഓക്കെ, ഇത് ഞാൻ ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യാം. ആദ്യം നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് 13 സെന്റിമീറ്ററിൽ എ ബി വരയ്ക്കുക. ഡ്രോ എ ലൈൻ എ ബി ഓഫ് സൈസ് ഓഫ് ലെങ്ത് 13 സെന്റിമീറ്റർ. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താണ്? ഫ്രം ദ പോയിന്റ് എ ഡ്രോ എ 3 സെന്റിമീറ്റർ ലൈൻ എ സി. എയിൽ നിന്നും 3 സെന്റിമീറ്ററിൽ എ സി വരയ്ക്കുക. തേർഡ് സ്റ്റെപ്പ്, divide the line AC into 3 equal parts. AD equal to DE equal to EC equal to 1 centimeter. AC എന്ന വരയെ 3 തുല്യ ഭാഗങ്ങളായി ഭാഗിക്കുക. AD സമം DE സമം EC സമം 1 സെന്റിമീറ്റർ. ഇനി എന്ത് ചെയ്യണം? ഡ്രോ ദി ലൈൻ CB. CB വരയ്ക്കുക. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? Draw 2 parallel lines EF and DG. Draw 2 parallel lines from E and D to CB. CBക്ക് സമാന്തരമായി ഇയിൽ നിന്നും ഡിയിൽ നിന്നും 2 സമാന്തര വരകൾ വരയ്ക്കുക. അത് കൂട്ടിമുട്ടുന്ന പോയിന്റുകൾ F and G ആണ്. ഓക്കെ, the parallel lines that join with AB are marked as F and G. Okay, അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? Now the line AB is divided into 3 equal parts. AG equal to GF equal to FB. അതായത് AG സമം GF സമം FB എന്ന രീതിയിൽ നമുക്ക് 3 തുല്യ ഭാഗങ്ങൾ കിട്ടും. ഓരോന്നും 13/3 സെന്റിമീറ്റർ ആണ്. ഇനി ഞാൻ ഇവിടെ AG എന്ന വശം ഉപയോഗിച്ചാണ് ഇവിടെ നമ്മുടെ സമഭുജ ത്രികോണം അല്ലെങ്കിൽ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ വരയ്ക്കുന്നത്. ഓക്കെ, അപ്പോൾ AG 13/3 സെന്റിമീറ്റർ. ഇനി ഇത് എന്ത് ചെയ്യുക? ഈ അളവ് കോമ്പസിൽ എടുക്കുക. എന്നിട്ട് എയിൽ നിന്നും ഒരു വൃത്തം വരയ്ക്കുക. അതാണ് മഞ്ഞ വൃത്തം. ഓക്കെ, അപ്പോൾ നമ്മൾ എയിൽ നിന്നും ഒരു സർക്കിൾ വരച്ചു. ഇനി അതേ റേഡിയസ് അല്ലെങ്കിൽ അതേ ആരത്തിൽ ജിയിൽ നിന്നും നമ്മൾ ഒരു കറുത്ത സർക്കിൾ വരച്ചു. ഈ 2 സർക്കിളും കൂട്ടിമുട്ടുന്ന പോയിന്റ് ആണ് എച്ച്. ഓക്കെ, അപ്പൊ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് AG റേഡിയസ് അല്ലെങ്കിൽ ആരമായി എയിൽ നിന്നും ചെറിയ ഒരു ചാപം ഇവിടെ വരയ്ക്കുക. അതേ അളവിൽ ജിയിൽ നിന്നും ഒരു ചാപം വരയ്ക്കുക. അത് രണ്ടും കൂട്ടിമുട്ടുന്ന ബിന്ദുവാണ് എച്ച്. ഓക്കെ, ഇനി എയും എച്ചും യോജിപ്പിച്ചാൽ നമുക്ക് 13/3 സെന്റിമീറ്റർ ഉള്ള വശം കിട്ടും. അതേപോലെ ജിയും എച്ചും യോജിപ്പിച്ചാൽ 13/3 സെന്റിമീറ്റർ ഉള്ള മൂന്നാമത്തെ വശം കിട്ടും. ഇപ്പൊ നമുക്ക് AGH ഒരു സമഭുജ ത്രികോണം അല്ലെങ്കിൽ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണ്. ഈ 3 വശങ്ങളൊന്ന് കൂട്ടി നോക്കൂ. ഛേദം അല്ലെങ്കിൽ ഡിനോമിനേറ്റർ തുല്യമായതുകൊണ്ട് അംശങ്ങൾ കൂട്ടാം. അതായത് ന്യൂമറേറ്റേഴ്സ് ആഡ് ചെയ്യാം. 13 13 26, 26 13 39, 39/3 എത്രയാ? 13. അപ്പോൾ ഈ റെഡ് ട്രയാങ്കിളിന്റെ പെരിമീറ്റർ 13 സെന്റിമീറ്റർ, അതായത് ചുറ്റളവ് 13 സെന്റിമീറ്റർ ആണ്. ഓക്കെ, ക്ലിയർ ആയല്ലോ? അപ്പോൾ ഈ കൺസ്ട്രക്ഷന്റെ സ്റ്റെപ്പുകൾ ഒന്നുകൂടി കണ്ടു നോക്കൂ. ഇതാ കണ്ടോളൂ. AB 13 സെന്റിമീറ്റർ, AC 3 സെന്റിമീറ്റർ, AD DE EC ഓരോ സെന്റിമീറ്റർ, CB എന്ന ലൈൻ വരച്ചു. CBക്ക് പാരലായി EF വരച്ചു. EFന് പാരലായി DG വരച്ചു. ഇപ്പോൾ AG GF FB മൂന്നും ഈക്വൽ പാർട്സ് ആണ്.
ഇതിൽ എ ജി ഒരു വശം, എയിൽ നിന്നും എ ജി റേഡിയസ് ആയി ഒരു ആർക്ക് വരയ്ക്കുക. അതേപോലെ ജിയിൽ നിന്നും ആർക്ക് വരയ്ക്കുക. രണ്ടും കട്ട് ചെയ്യുന്ന പോയിന്റ് എച്ച് ആണ്. എ എച്ച് വരയ്ക്കുക, ജി എച്ച് വരയ്ക്കുക. അപ്പം നമുക്ക് ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ കിട്ടും. ഓക്കെ, ഇതാണ് നമ്മുടെ ഒന്നാമത്തെ ചോദ്യം. അത് ക്ലിയർ ആണല്ലോ. നമുക്കിനി രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. ഇതാണ് രണ്ടാമത്തെ ചോദ്യം. ചുറ്റളവ്, അതായത് പെരിമീറ്റർ 13 സെന്റിമീറ്റർ തന്നെയാണ്. ഇനി വശങ്ങൾ തമ്മിലുള്ള അംശബന്ധം, അതായത് സൈഡ്സ് ആർ ഇൻ ദ റേഷ്യോ 3:4:5 ആണ്. അപ്പോൾ എങ്ങനെ വരയ്ക്കാം? അപ്പൊ നമുക്ക് ആദ്യം അംശബന്ധങ്ങളുടെ തുക നോക്കാം. സം ഓഫ് റേഷ്യോ എത്രയാണ്? 3 + 4 + 5 12. ഓക്കെ, അപ്പോൾ ഓരോ വശങ്ങളുടെയും നീളം നമുക്ക് കണ്ടുപിടിച്ചാലോ? ഒന്നാമത്തെ വശത്തിന്റെ നീളം, അതായത് ഫസ്റ്റ് സൈഡ്, അത് 13 ഇൻറ്റു അംശബന്ധം അല്ലെങ്കിൽ റേഷ്യോയിൽ എത്രയാ ഭാഗമുള്ളത്? 3, ആകെ ഭാഗം 12. അപ്പോൾ 3/12. അപ്പൊ നമുക്ക് 39/12 എന്ന് കിട്ടും. ഇനി രണ്ടാമത്തെ വശത്തിന്റെ നീളം എന്താണ്? 13 ഇൻറ്റു ഇവിടെ 4/12. അപ്പോൾ 52/12 എന്ന് കിട്ടും. അത് നമ്മൾ സിംപ്ലിഫൈ ചെയ്യുന്നില്ല, ലഘൂകരിക്കുന്നില്ല. ഓക്കെ, ഇനി മൂന്നാമത്തെ വശം എന്താണ്? ചുറ്റളവ് 13 ആണ്, ഇൻറ്റു റേഷ്യോയിൽ എത്രയാ ഉള്ളത്? 5 ബൈ ആകെ 12. അപ്പോൾ 13 ഇൻറ്റു 5 65/12 സെന്റിമീറ്റർ. ഇനി മൂന്ന് വശങ്ങളും ഒന്ന് കൂട്ടി നോക്കൂ. സോറി, മൂന്ന് വശങ്ങളും ഒന്ന് കൂട്ടി നോക്കൂ. അപ്പോൾ നമുക്ക് 39 പ്ലസ് 52 പ്ലസ് 65. അപ്പോൾ എത്ര കിട്ടും? 5 2 7, 7 9 16, 1, 7 5 12, 12 3 15, 156/12. അത് നമുക്ക് 36 3 പ്രാവശ്യം 13 സെന്റിമീറ്റർ എന്ന് കിട്ടും. ഓക്കെ, അത് ചുറ്റളവ് ശരിയാണല്ലോ. ഇനി നമുക്ക് ഇത് എങ്ങനെ വരയ്ക്കാം? അപ്പോൾ നമുക്ക് വേണ്ടത് 13 സെന്റിമീറ്ററിനെ 3 ഭാഗമാക്കണം. അപ്പോൾ 13 സെന്റിമീറ്ററിൽ ഒരു വര വരയ്ക്കും. അതിനുശേഷം എന്ത് ചെയ്യണം? ഇതിലെ ഏതെങ്കിലും ഒരു എൻഡ് പോയിന്റ് അല്ലെങ്കിൽ അറ്റത്തിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യണം? അംശബന്ധങ്ങളുടെ തുക 12 സെന്റിമീറ്റർ, അതിൽ ഒരു വര വരയ്ക്കും. 12നെ നമ്മൾ എങ്ങനെ ഭാഗിക്കണം? ആദ്യ ഭാഗം 3, രണ്ടാമത്തെ ഭാഗം 4, പിന്നെ 5, അങ്ങനെയായിട്ട് ഭാഗിക്കണം. ഓക്കെ, അപ്പോൾ 12നെ 12 ഭാഗമാക്കി ആദ്യത്തെ 3 ഭാഗം ഒന്നാമത്തെ വശം, പിന്നത്തെ 4 ഭാഗം രണ്ടാമത്തെ വശം, പിന്നെ ഉള്ളത് മൂന്നാമത്തെ വശം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഇപ്പോൾ ഇവിടെ ആ വരയെ 3ആയി ഭാഗിച്ചിട്ടുണ്ട്. അപ്പോൾ മൂന്നാമത്തെ ഭാഗത്തിന്റെ അവസാനത്തിൽ നിന്നും നമ്മുടെ ഈ 13 സെന്റിമീറ്ററിന്റെ അറ്റത്തിലേക്ക് വര വരയ്ക്കും. അതിൽ നിന്നും സമാന്തരമായി അല്ലെങ്കിൽ പാരലായി മറ്റ് ബിന്ദുക്കളിൽ നിന്നും നമ്മൾ 2 വരകൾ വരയ്ക്കണം. ഓക്കെ, 2ന്റെ ആവശ്യമില്ല, 1ന്റെ ആവശ്യമേ വരുള്ളൂ അല്ലേ? 5ന്റെ അവിടുന്ന് 1 വരയ്ക്കണം, 4ന്റെ അവിടുന്ന് വരയ്ക്കണം, 1ന്റെ അവിടുന്ന് വരയ്ക്കണം. യെസ്, അങ്ങനെ നമുക്ക് 3 വരകളാണ് വരയ്ക്കേണ്ടത്. 3 സമാന്തര വരകൾ ഉണ്ടാവും. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ 13 സെന്റിമീറ്ററിനെ 3 ഭാഗമായി ഭാഗിച്ചിട്ടുണ്ടാവും. അത് വെച്ച് നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ട്രയാങ്കിൾ അല്ലെങ്കിൽ ത്രികോണം വരയ്ക്കാം. അപ്പോൾ അതിന്റെ കൺസ്ട്രക്ഷൻ മെത്തേഡ് നോക്കൂ, എങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് എന്ന്. ഇതാ, ആദ്യം എ എന്നൊരു ബിന്ദു മാർക്ക് ചെയ്തു.
എ ബി 13 സെന്റിമീറ്റർ വരച്ചു. എയിൽ നിന്നും എ സി 12 സെന്റിമീറ്റർ വരച്ച് എ ഡി 3 സെന്റിമീറ്റർ, DE 4 സെന്റിമീറ്റർ, EC 5 സെന്റിമീറ്റർ എന്ന രീതിയിൽ ഭാഗിച്ചു. CB വരച്ചു. ഇനി ഇയിൽ നിന്നും ഡിയിൽ നിന്നും സമാന്തര വരകൾ പാരലൽ ലൈൻസ് വരച്ച് എഫും ജിയും മാർക്ക് ചെയ്തു. ഇപ്പൊ നമുക്ക് 3 ഭാഗങ്ങൾ കിട്ടി. ഇനി എന്ത് ചെയ്യാ? ഒരു വശം ഞാൻ എടുത്തു വെച്ചു. ഇനി മറ്റ് 2 വശങ്ങൾ വരുന്ന രീതിയിൽ വരയ്ക്കണം. അതിനു വേണ്ടി എഫിൽ നിന്നും FG ആരമായി ഒരു വൃത്തം വരച്ചു. പിന്നെ AG റേഡിയസ് ആയിട്ട് ബിയിൽ നിന്നും ഒരു സർക്കിൾ വരച്ചു. രണ്ടും കൂട്ടിമുട്ടുന്ന പോയിന്റ് ആണ് H. എന്നിട്ട് FHും HBയും യോജിപ്പിച്ചു. ഇപ്പൊ നമുക്ക് ഒരു ട്രയാങ്കിൾ കിട്ടി. ഈ ട്രയാങ്കിളിന്റെ പ്രത്യേകത നോക്കൂ. BF 65/12. ഓക്കെ. ഇനി എഫിൽ നിന്നും നമ്മൾ എന്തു ചെയ്തു? FG നീളത്തിൽ ഒരു ചാപം അല്ലെങ്കിൽ ആർക്ക് ഇവിടെ വരച്ചു. പിന്നെ AG നീളത്തിൽ ബിയിൽ നിന്നും ആർക്ക് അല്ലെങ്കിൽ ചാപം വരച്ച് അതിനെ കട്ട് ചെയ്തു. അപ്പോൾ രണ്ടും കൂട്ടിമുട്ടുന്ന പോയിന്റ് ഇന്റർസെക്ഷൻ പോയിന്റ് ആണ് H. FH അപ്പോൾ എന്തായിരിക്കും? GFന് തുല്യമായിരിക്കും 52/12. അതുപോലെ ബിയിൽ നിന്നും നമ്മൾ വരച്ച ആർക്ക് അല്ലെങ്കിൽ ചാപം 39/12 തുല്യമായ വശമാണ് തരുന്നത്. ഓക്കെ. ഇപ്പൊ ഇവിടെ നമുക്ക് ഈ ത്രികോണത്തിൽ 3 വശങ്ങളും തമ്മിലുള്ള അംശബന്ധം നോക്കൂ. എല്ലാത്തിലും 12 ആണ് നമ്മുടെ ഡിനോമിനേറ്റർ, അതായത് ഛേദം. അപ്പൊ നമുക്ക് കട്ട് ചെയ്ത് കളയാം. ഇനി ഇതിനെ 3 നമുക്ക് 13 കൊണ്ട് ഹരിക്കാം. 39നെ 13 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് 3 എന്ന് കിട്ടും. 13 × 3 ആണ് 39. ഇനി 13 × 4 ആണ് 52. 13 × 5 ആണ് 65. അപ്പോൾ ഈ ത്രികോണത്തിലെ സൈഡ്സുകൾ തമ്മിലുള്ള അംശബന്ധം 3:4:5 ആയിരിക്കും. ഓക്കെ. അപ്പോ AB വരച്ചു, AC വരച്ചു, എന്നിട്ട് CB, EF, DG ഈ 3 സമാന്തര വരകളാണ് നമുക്കിവിടെ ഉള്ളത്. ഇവിടുത്തെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ എയിൽ നിന്ന് നമുക്കൊരു സമാന്തര വര വരയ്ക്കാം. അപ്പോൾ 1, 2, 3, 4 സമാന്തര വരകൾക്ക് ഇടയിലാണ് നമ്മുടെ AC കിടക്കുന്നത്. ACയെ ഈ 4 സമാന്തര വരകൾ 3:4:5 എന്ന രീതിയിലാണ് ഭാഗിക്കുന്നത്. അതുകൊണ്ട് ഈ സമാന്തര വരകൾക്കിടയിലുള്ള ഏത് വരയും 3:4:5 ഭാഗിക്കപ്പെടുക. ആ തത്വം നമ്മൾ നേരത്തെ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുപയോഗിച്ചാണ് ഇത് വരച്ചിരിക്കുന്നത്. ഓക്കെ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു? FB എന്നുള്ള വശം എടുത്തു. എഫിൽ നിന്നും FG എന്ന നീളത്തിൽ ഒരു ആർക്ക് അല്ലെങ്കിൽ ചാപം വരയ്ക്കുക. മറ്റേ വശത്തിന്റെ നീളം AG ആണ്. അത് കോമ്പസിലെടുത്ത് ബിയിൽ നിന്നും ഒരു ചാപം അല്ലെങ്കിൽ ആർക്ക് വരയ്ക്കുക. രണ്ടും കൂട്ടിമുട്ടുന്ന പോയിന്റ് H മാർക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഈ 2 വശങ്ങൾ യോജിപ്പിച്ചാൽ നമുക്ക് ഈ ത്രികോണം കിട്ടും. ഇതിന്റെ ചുറ്റളവ് എത്രയായിരിക്കും? 13 സെന്റിമീറ്റർ ആയിരിക്കും. ഓക്കെ. ക്ലിയർ ആണല്ലോ? അപ്പോൾ കൂട്ടുകാരെ, ഇതിന്റെ കൺസ്ട്രക്ഷന്റെ സ്റ്റെപ്സ് ഒന്നുകൂടി കണ്ടു നോക്കൂ. ഇതാ.
എഫിൽ നിന്നും എഫ് ജി അളവിൽ ഒരു ചാപം വരച്ചു. ബിയിൽ നിന്നും എ ജി അളവിൽ ചാപം വരച്ചു. രണ്ടും കൂട്ടിമുട്ടുന്ന ബിന്ദുവാണ് എച്ച്. ഓക്കെ, ഇവിടെ ആനിമേഷൻ പോലെ കാണിക്കുന്നതുകൊണ്ട് എനിക്ക് വൃത്തം വരച്ചാലേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് അത് ഇങ്ങനെ കാണിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് മൂന്നാമത്തെ സബ് ക്വസ്റ്റ്യൻ നോക്കാം, ഉപചോദ്യം നോക്കാം. ഇവിടെ നമുക്കൊരു സമപാർശ്വ ത്രികോണം, അതായത് ഐസോസിലസ് ട്രയാങ്കിൾ ആണ് ഉണ്ടാക്കേണ്ടത്. സമപാർശ്വ ത്രികോണത്തിൽ രണ്ട് വശങ്ങൾ തുല്യമായിരിക്കും. അപ്പോൾ രണ്ട് വശങ്ങൾ തുല്യമായ ത്രികോണമാണ്, ട്രയാങ്കിൾ ആണ് ഐസോസിലസ് ട്രയാങ്കിൾ. ഓക്കെ, ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? നമുക്കിവിടെ ചുറ്റളവ് ആദ്യം എഴുതി നോക്കാം. ചുറ്റളവ് അതായത് പെരിമീറ്റർ 13 സെന്റിമീറ്റർ ആണ്. ഇനി പാദത്തിന്റെ 1.5 മടങ്ങാണ് ബാക്കിയുള്ള രണ്ട് വശങ്ങൾ. ഓക്കെ, അപ്പൊ പാദം 1 എന്നെടുത്താൽ 1.5 വീതമായിരിക്കും രണ്ട് വശങ്ങൾ ഉണ്ടാവുക. ഓക്കെ, ഒരു സൈഡ് 1 എന്നെടുത്തു കഴിഞ്ഞാൽ 1.5 1.5 ആയിരിക്കും അതർ ടു സൈഡ്സ്. അപ്പൊ നമുക്ക് അവയുടെ അംശബന്ധം അതായത് റേഷ്യോ എങ്ങനെ എഴുതാം? നമുക്ക് ആവശ്യമുള്ള സമപാർശ്വ ത്രികോണം ഐസോസിലസ് ട്രയാങ്കിളിന്റെ അംശബന്ധം റേഷ്യോ എന്ന് പറയുന്നത് പാദം ബേസ് 1 എന്നെടുത്താൽ മറ്റ് രണ്ട് വശങ്ങൾ അതർ ടു സൈഡ്സ് 1.5 1.5 വീതമായിരിക്കും. അപ്പൊ നമുക്ക് ഈ 1.5 എന്നതിനെ 1 × 2 + 1 3/2 എന്ന് എഴുതാമല്ലോ. അപ്പൊ 1:3/2 3/2. ഇനി 3നെയും നമ്മൾ എന്ത് ചെയ്യുക? 2 കൊണ്ട് ഗുണിക്കുമ്പോൾ 1 × 2 2 കിട്ടും. 3/2നെ 2 കൊണ്ട് ഗുണിക്കുമ്പോൾ 2 ക്യാൻസലായി പോവും. അപ്പൊ നമുക്ക് 3 എന്ന് കിട്ടും. ഇവിടെയും 3 എന്ന് കിട്ടും. അപ്പോൾ അംശബന്ധം റേഷ്യോ നമുക്ക് 2:3:3 എന്ന് എഴുതാം. ക്ലിയർ ആണല്ലോ? ഇനി നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ അംശബന്ധങ്ങളുടെ തുക സം ഓഫ് റേഷ്യോ 2 + 3 + 3 എത്രയായിരിക്കും? 8 ആയിരിക്കും. അപ്പൊ നമ്മൾ 13 സെന്റിമീറ്റർ ആദ്യം വരയ്ക്കുക, പിന്നെ 8 സെന്റിമീറ്ററിൽ ഒരു വര വരയ്ക്കണം. അതിന് നമ്മൾ 2 സെന്റിമീറ്റർ 3 സെന്റിമീറ്റർ 3 സെന്റിമീറ്റർ അങ്ങനെ ഭാഗിക്കണം. അപ്പൊ നമുക്ക് 3 ഭാഗങ്ങളായി. ഓക്കെ, അത് വെച്ച് സമാന്തര വരകളുടെ നിയമം ഉപയോഗിച്ച് നമ്മൾ എന്തു ചെയ്യും? നമ്മുടെ സമപാർശ്വ ത്രികോണം വരയ്ക്കും. അപ്പോൾ അതിലുള്ള ഓരോ വശങ്ങളുടെയും നീളം എത്രയായിരിക്കുമെന്ന് നമുക്ക് കണ്ടുപിടിക്കണ്ടേ? അത് നോക്കൂ. അപ്പോൾ പാദം അതായത് ബേസ്, അതിൻ്റെ നീളം എത്രയാണ്? ആകെ ചുറ്റളവ് 13 ഇൻറ്റു അംശബന്ധത്തിൽ എത്ര ഭാഗമാണ്? 2, ആകെ 8, 2/8. അപ്പൊ 13 × 2/8 അത് 26/8 ആണ്. ഇനി മറ്റുള്ള രണ്ട് വശങ്ങളുടെയും നീളങ്ങൾ എങ്ങനെയായിരിക്കും? രണ്ടാമത്തെ വശത്തിന്റെ നീളം 13 × ഇവിടെ 3/8 39/8 സെന്റിമീറ്റർ. ഇത് തന്നെ ആയിരിക്കും നമ്മുടെ മൂന്നാമത്തെ വശത്തിന്റെ നീളം. ഈ മൂന്ന് വശങ്ങളും കൂട്ടിയാൽ എന്താണ് കിട്ടുക? നോക്കൂ, 26 + 39 + 39/8. അപ്പോൾ 9 9 18 18 6 24 2 3 3 6 6 2 8 8 2 10 104/8. അപ്പോൾ 10 ഒരു പ്രാവശ്യം, ബാക്കി 2 24 3 24 13. കറക്റ്റ് ആണ്. അപ്പോൾ ഇതാണ് 26/8 39/8 നീളത്തിലാണ് നമ്മുടെ സൈഡ്സ് അല്ലെങ്കിൽ വശങ്ങൾ വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് അതിനെ ഒന്ന് വരച്ചാലോ? അതിന്റെ ചിത്രം നോക്കൂ, ആനിമേഷൻ നോക്കൂ. നോക്കാം. ഇതാ AB 13 സെന്റിമീറ്റർ, AC 8 സെന്റിമീറ്റർ, അതിനെ
2 3 3 എന്ന രീതിയിൽ ഭാഗിച്ചു. ഇനി സിയിൽ നിന്നും ബിയിലേക്ക് ഒരു വര വരച്ചു. ഇനി ഇയിൽ നിന്നും ഡിയിൽ നിന്നും 2 സമാന്തര വരകൾ വരയ്ക്കണം, പാരലൽ ലൈൻസ് വരയ്ക്കണം. അത് എ ബിയിൽ കട്ട് ചെയ്യുന്ന പോയിന്റാണ് എഫ് ആൻഡ് ജി. ഇപ്പൊ നമുക്ക് 3 ഭാഗമായി ഇവിടെ കിട്ടി. ഓക്കെ, ഇപ്പൊ ഇവിടെ എ ജി, ജി എഫ്, എഫ് ബി 3 ഭാഗങ്ങൾ കിട്ടി. അതില് ജി എഫും എഫ് ബിയും തുല്യ നീളമാണ്. ഓക്കെ, ഇവിടെ ഞാൻ എന്ത് ചെയ്തു? ജി എഫിനെ മാർക്ക് ചെയ്തു. അത് നമ്മുടെ ഐസോസിലസ് ട്രയാങ്കിൾ അല്ലെങ്കിൽ സമപാർശ്വ ത്രികോണത്തിന്റെ ഒരു വശമായി ഞാൻ എടുത്തു. ഇനി എന്ത് ചെയ്തു? ഈ നീളം എ ജി കോമ്പസിലെടുത്ത് ജിയിൽ നിന്നും ഒരു ആർക്ക്, അതായത് ചാപം ഇവിടെ വരച്ചു. ഓക്കെ ആണ്. അപ്പൊ ജി വൃത്തത്തിന്റെ കേന്ദ്രമായി, സെന്ററായി, ജി എ റേഡിയസ് ആരമായിട്ട് ഞാനൊരു വൃത്തം വരച്ചു. ഇനി മൂന്നാമത്തെ വശം ഏതാണ്? ഇതാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഈ എഫ് ബി എന്ന് പറയുന്ന നീളത്തെ കോമ്പസിലെടുത്തു. എന്നിട്ട് എഫിൽ കുത്തിയിട്ട് കോമ്പസ് വെച്ചുകൊണ്ട് എന്ത് ചെയ്തു? നേരത്തെ വരച്ച ചാപത്തിനെ കട്ട് ചെയ്തു. അപ്പൊ ഇവിടെ ഈ 2 സർക്കിൾസ്, വൃത്തങ്ങൾ കൂട്ടിമുട്ടുന്ന ബിന്ദുവാണ് എച്ച്. ഇനി ജിയും എച്ചും യോജിപ്പിക്കുക. അപ്പോൾ നമുക്ക് എ ജിയുടെ നീളമായിരിക്കും കിട്ടുക. കാരണം എന്താ? ഇത് നോക്കൂ, ഈ വൃത്തം അല്ലെങ്കിൽ ഈ സർക്കിളില് എ ജി എന്ന് പറയുന്നത് ആരം, അതായത് റേഡിയസ് ആണ്. ജി എച്ചും അത് തന്നെയല്ലേ? അപ്പൊ രണ്ടും തുല്യ നീളമായിരിക്കുമല്ലോ. ഇനി എഫും എച്ചും തമ്മിൽ യോജിപ്പിക്കുക. ഇവിടെ നോക്കൂ, എഫ് ബി എന്ന് പറഞ്ഞാൽ എന്താണ്? വൃത്തത്തിന്റെ റേഡിയസ് അല്ലെങ്കിൽ ആരമാണ്. എഫ് എച്ചും എന്താണ്? ആരമാണ്. അതുകൊണ്ട് അതും തുല്യമായിരിക്കും. അപ്പോൾ എഫ് എച്ച് 39/8 സെന്റിമീറ്റർ ആയിരിക്കും. ഇപ്പൊ നമുക്ക് എന്ത് കിട്ടി? ജി എഫ് എച്ച് എന്ന ഒരു ട്രയാങ്കിൾ, അതായത് ത്രികോണം കിട്ടി. അതിൽ 2 വശങ്ങൾ തുല്യമാണ്. അതായത് ഇതൊരു സമപാർശ്വ ത്രികോണം അല്ലെങ്കിൽ ഐസോസിലസ് ട്രയാങ്കിൾ ആണ്. ഇവിടെ ശ്രദ്ധിക്കുക, ജി എച്ച് ആണ് നമ്മുടെ പാദം, അതായത് ബേസ്. അപ്പൊ ജി എച്ച് ബേസ് ആയിട്ടുള്ള ഒരു ത്രികോണമാണ് ഏത്? എച്ച് ജി എഫ് എന്ന ട്രയാങ്കിൾ. ഇത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പൊ ഈ എക്സ്പ്ലനേഷൻ മനസ്സിലായല്ലോ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇതിന്റെ കൺസ്ട്രക്ഷൻ ഒന്നുകൂടി നോക്കിയിട്ട് വരാം. ഒന്നുകൂടി നോക്കൂ. എ ബി 13, എ സി 8, എ ഡി 2, ഡി ഇ 3 സെന്റിമീറ്റർ, ഇ സി 3 സെന്റിമീറ്റർ, സി ബി യോജിപ്പിച്ചു. ഇയിൽ നിന്നും സമാന്തര ലൈൻ വരച്ചു, എഫ് മാർക്ക് ചെയ്തു. ഡിയിൽ നിന്നും പാരലൽ ലൈൻ വരച്ച് ജി മാർക്ക് ചെയ്തു. എ ജി, ജി എഫ്, എഫ് ബി ഇതിൽ 2 ഭാഗങ്ങൾ തുല്യമാണ്. ജി എഫ് വെച്ച് നമ്മൾ വരയ്ക്കുകയാണ്. ജിയിൽ നിന്നും എ ജി നീളത്തിൽ ഒരു ആർക്ക് വരച്ചു. എഫിൽ നിന്നും എഫ് ബി ലെങ്ത്തിൽ ആർക്ക് വരച്ചു. രണ്ടും കൂട്ടിമുട്ടുന്ന പോയിന്റ് എച്ച് ആണ്. ജി എച്ച് വരച്ചു, എച്ച് എഫ് വരച്ചു. നമുക്ക് ഐസോസിലസ് ട്രയാങ്കിൾ അല്ലെങ്കിൽ സമപാർശ്വ ത്രികോണം കിട്ടി. ക്ലിയർ ആണല്ലോ. ഇവിടെയും നമുക്ക് ഒരു കാര്യം ശ്രദ്ധിക്കാം. സി ബി, അതേപോലെ ഇ എഫ്,
ഡി ജി. എയിൽ നിന്നും നമുക്കൊരു വര വരയ്ക്കാം, ഒരു സമാന്തര വര. അപ്പോൾ 4 സമാന്തര വരകൾ, പാരലൽ ലൈൻസ്. 4 പാരലൽ ലൈൻസിന് ഇടയിൽ കിടക്കുന്ന ഒരു ലൈനാണ് എ സി. ഈ 4 പാരലൽ ലൈൻസ് എ സിയെ 2:3:3 എന്ന അംശബന്ധത്തിൽ ഭാഗിച്ചു. അതുകൊണ്ട് എ ബിയെയും 2:3:3 ഭാഗിക്കുക. ഇവിടെ 8 ക്യാൻസലായി പോവും. ഇനി ഇതിനെ 13 കൊണ്ട് ഹരിച്ചാൽ 2, ഇത് 3, ഇത് 3. അപ്പോൾ 2:3:3 ഓക്കെ. അപ്പോൾ സമാന്തര വരകളുടെ ആ നിയമം ഉപയോഗിച്ചാണ്, സിദ്ധാന്തം ഉപയോഗിച്ച്, പ്രിൻസിപ്പിൾ ഉപയോഗിച്ചാണ് നമ്മൾ ഇത് പ്രൂവ് ചെയ്തത്. ഓക്കെ. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ 3 ഉപചോദ്യങ്ങൾ, അതായത് സബ് ക്വസ്റ്റ്യൻസും ചെയ്തു. അപ്പോൾ കൂട്ടുകാരെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ മറ്റുള്ള ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ കമൻസ് രേഖപ്പെടുത്തുക. വീഡിയോയിൽ ഏത് തരത്തിലുള്ള ഇമ്പ്രൂവ്മെൻ്റ് ആണ് വേണ്ടതെന്ന് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അഭിപ്രായം രേഖപ്പെടുത്തുക. അതിനനുസരിച്ച് നമുക്ക് വരുന്ന വീഡിയോകളിൽ മോഡിഫിക്കേഷൻസ് വരുത്താം. അപ്പോൾ അടുത്ത വീഡിയോ വരെ എല്ലാവർക്കും നന്ദി. ഓക്കെ, താങ്ക് യു, ബൈ.